ഈ ആറന്മുള ക്ഷേത്രത്തിലൊക്കെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ അവിടെ നിന്ന് പ്രത്യേകമായി ലോറിയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. നേരത്തെ ഒരു സംഘം ആളുകളെ കൊണ്ടുവന്നിരുന്നതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇങ്ങനെ ആളുകളെ കൊണ്ടുവരുന്നത്. അത്രമാത്രം വെള്ളമുണ്ട്. ആളുകൾക്ക് സ്വാഭാവിക രീതിയിൽ നടന്ന് എത്താൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം വെള്ളം ഉള്ളൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ലോറിയിലൊക്കെ വെച്ച് ആളുകളെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും 2018 ഓർമ്മിപ്പിക്കുന്ന ഒരു അവസ്ഥ അത് തന്നെ ആണ് ആറന്മുളയിലുള്ളത്. ഇന്ന് രാത്രിയും ഏറെ നിർണായകമാണ്. ഇന്ന് രാത്രി ഈ വനമേഖലയിൽ ഉൾപ്പെടെ മഴ കുറയുകയും ഈ വെള്ളത്തിൻ്റെ അളവ് കുറയുകയൊക്കെ ചെയ്താൽ ഇവിടെ നിന്ന് ഈ വെള്ളം ഇറങ്ങുകയും കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് ആവുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ അത് വലിയ തോതിൽ കൂടുതൽ ജനവാസ മേഖലയിൽ കൂടുതൽ ഉയരത്തിൽ വെള്ളമെത്താനും കൂടുതൽ ആളുകളെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ രാവിലെ സമയത്ത് ലഭിച്ച ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ നാളുകളിൽ മഴ കുറവായതിനാൽ ഈ ആറന്മുളയിലെ പാടശേഖരങ്ങളിൽ നദി കരകവിയുകയും ആ വെള്ളം ആദ്യം നേരെ ആറന്മുള പാടശേഖരങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അതോടുകൂടി ജനവാസ മേഖലയിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ പിന്നീട് ഈ പാടശേഖരം നിലവിൽ നിറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമുള്ള വെള്ളമാണ് ഇപ്പോൾ എന്തായാലും ഇങ്ങനെ കുത്തി ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കൂടുതൽ ആളുകളെ ലോറികളിൽ നിറച്ച ഇങ്ങോട്ട് ആറന്മുള ക്ഷേത്രം ആ ഭാഗത്തു നിന്നൊക്കെ തന്നെ കൊണ്ടുവരികയാണ്. എന്തായാലും റോഡായിരുന്നു. ആ റോഡുകളൊക്കെ തന്നെ ഇപ്പോൾ പമ്പാ നദി വിഴുങ്ങിയിട്ടുണ്ട്. അതെല്ലാം നദിയുടെ ഭാഗമായി അങ്ങനെ കരകവിഞ്ഞൊഴുകുന്ന ഒരു ഭീകര സാഹചര്യമാണ് ആറന്മുളയിലുള്ളത് വിനീത. എന്തായാലും ഇന്നത്തെ രാത്രി അത് നിർണായകമാണ്. ഒപ്പം തന്നെ ഈ നദി കരകവിഞ്ഞ് ഒഴുകുമ്പോഴും ഈ ആരുടെയും ജീവന് അപായം ഉണ്ടായിട്ടില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം മനുഷ്യജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജില്ലാ ഭരണകൂടവും സർക്കാരും ഒക്കെ എടുത്ത കരുതലുകൾ ഒപ്പം തന്നെ മുൻകരുതലൊക്കെ തന്നെ ഈ ആളുകളുടെ ജീവൻ അപായം പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടില്ല എന്നത് വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്രയും ആശ്വാസകരമാണ് ജനങ്ങളെ സംബന്ധിച്ച്. കാരണം ഈ വീടുകളിലൊക്കെ വെള്ളം കയറുമ്പോൾ തങ്ങൾക്ക് പിന്നീട് ഈ വെള്ളം ഇറങ്ങുമ്പോൾ തിരിച്ചു വരാം. പക്ഷേ തങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ അങ്ങനെ ഒരു തിരിച്ചുവരുണ്ടാവില്ല. 2018 പ്രളയത്തിലൊക്കെ തന്നെ പല പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചൊക്കെ ഓരോ മഴക്കാലവും പേടിയാണ്. എന്തായാലും ഇത്തവണ വലിയൊരു പേമാരി ഉണ്ടാകുന്നു. അതും മിന്നൽ വേഗത്തിൽ ഈ നാട്ടിലൊക്കെ തന്നെ വെള്ളം നിറഞ്ഞ് കവിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പൊതുവിൽ 1, 2, 3 ദിവസം മഴ പെയ്യുമ്പോൾ ഡാമുകൾ നിറയുകയും അങ്ങനെയൊക്കെയാണ് വെള്ളം നാട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ ഇത് മിന്നൽ വേഗത്തിലാണ്. എന്തായാലും ഇന്നത്തെ രാത്രി ആറന്മുളയെ സംബന്ധിച്ച് നിർണായകമാണ് വിനീത. ജില്ലാ ഭരണകൂടം എല്ലാ മുൻകരുതലും നടത്തിയിട്ടുണ്ട്. മന്ത്രി PC വിഷ്ണുനാഥ് സ്ഥലത്ത് സന്ദർശനം നടത്തി. NDRF ഉൾപ്പെടെയുള്ള സംഘം അധികം വൈകാതെ ആറന്മുളയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ശരി, ഏതായാലും ഗുരുതര സാഹചര്യം എന്നാണ് പിൻവർക്കി ആറന്മുള MLA തന്നെ പറഞ്ഞത്. ഏതായാലും കൂടുതൽ ആളുകളെ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് NDRF സംഘം അവിടേക്ക് എത്തും. മത്സ്യത്തൊഴിലാളികളെ കൂടി എത്തിക്കുന്നു രക്ഷാപ്രവർത്തനത്തിന് എന്നതാണ് ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി PC വിഷ്ണുനാഥ് അവിടെ എത്തിയ ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരം തന്നെയാണ്. പക്ഷേ വെള്ളം ഉയരുന്നത് ആശങ്കയുണ്ട്. രാത്രിയാകുന്നതോടെ മഴ കനത്താൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതാണ് നിലവിലെ ഒരു സാഹചര്യം.